ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കൂട്ടുകാർ നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് വായിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിച്ചാലോ? നമുക്ക് ചെറിയ ചെറിയ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിച്ചാലോ? അപ്പോൾ ഇന്ന് ഞാൻ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ്സ് ആണ് കേട്ടോ വായിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളും പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വായിക്കാനും നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്നത്തെ ക്ലാസ് അല്ല കേട്ടോ, ഇന്നത്തെ റീഡിംഗ് സെക്ഷൻ തുടങ്ങാം. ഓക്കെ, സോ ദിസ് ഇസ് എ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇതൊരു ഷോർട്ട് സ്റ്റോറി ആണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് പഠിക്കാം, വായിച്ച് നോക്കാം. ഓക്കെ. Once there was a baby elephant. Once there was a baby elephant. ഒരിടത്ത് അല്ലെങ്കിൽ ഒരിക്കൽ ഒരു ബേബി എലിഫന്റ് ഉണ്ടായിരുന്നു. എലിഫന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? ബേബി എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലിഫന്റിന്റെ ബേബി. He lost his way. He lost his way. അവന്റെ വഴി അവന് ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നുപോയി അല്ലെങ്കിൽ അവൻ വഴി തെറ്റി എന്നൊക്കെ പറയാം. The elephant walked all along. The elephant walked all alone. എലിഫന്റ് എന്താ ചെയ്തത്? ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. He was so hungry. He was so hungry. He was so hungry. Hungry എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അമ്മയോട് പറയില്ലേ, I'm so hungry. I want something to eat. പറയാറില്ലേ? അതന്നെ. He was so hungry. അവന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. He was very thirsty. He was very thirsty. Thirsty എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹം അല്ലേ? അപ്പോൾ അമ്മയോട് എന്താ നിങ്ങൾ പറയാ? അമ്മ, I'm very thirsty. Please give me some water. പറയാറില്ലേ നിങ്ങൾ? അമ്മ, എനിക്ക് ദാഹിക്കുന്നു, എന്തെങ്കിലും വെള്ളം തരുമോ എന്ന് ചോദിക്കാറില്ലേ? അതേപോലെ എലിഫന്റിനും he was very thirsty. He was sad. He was sad. Sad എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിഷമത്തിലായിരുന്നു. He saw a house. അവനൊരു വീട് കണ്ടു. He saw a house. എല്ലാവർക്കും അറിയാം അല്ലേ? saw a house എന്ന് പറഞ്ഞാൽ സിയുടെ past tense ആണ് saw. see എന്ന് പറഞ്ഞാൽ കാണുക, SEE. ഓക്കെ, SEE ആണ് see, കാണുക. saw എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു. He saw a house. He kicked on the door. He kicked on the door. Kicked on the door. ഇവിടെ നോക്കൂ, kicked on the door. Kicked എന്ന് പറഞ്ഞാൽ ചവിട്ടി. ഓക്കെ, kicked on the door. He went into the house. അവൻ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു അല്ലേ? went into the house. അവൻ ആ വീടിന്റെ അകത്തേക്ക് കടന്നു. Get me some water, he asked. Get me some water. എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം തരുമോ എന്ന് ചോദിച്ചു. He asked. അവൻ എന്താ ചോദിച്ചത്? What did he ask? Get me some water. The people in the house cried loudly. നിങ്ങളായാലും പേടിച്ചു പോയില്ലേ? അതേപോലെ ആ വീടിന്റെ അകത്തുള്ള ആളുകൾ എന്ത് ചെയ്തു? cried loudly. ഉറക്കെ പേടിച്ചു അല്ലെ? ഉറക്കെ വിളിച്ചു കൂവി. loudly, ഉറക്കെ കരഞ്ഞു. The people in the house. ആ വീട്ടിലുള്ള ജനങ്ങള് cried loudly. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ? എലിഫന്റ് അകത്തേക്ക് കയറുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? The people are crying അല്ലേ? People cried loudly. ഉറക്കെ കരയുന്ന പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? Yes. The baby elephant was surprised. The baby elephant was surprised. Baby elephantന് ആകെ അത്ഭുതമായി. Crying. I asked only water. Crying. Crying എന്ന് ചോദിച്ചാൽ എന്താണ്? Crying കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. Crying കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എന്തിനാ അവര് കരയുന്നേ അല്ലേ? കരയാണോ? ഒരു ക്വസ്റ്റ്യൻ പോലെ. എന്തിനാ കരയുന്നേ? അല്ലെങ്കിൽ കരയാണോ? I asked only water. ഞാൻ വെള്ളം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. I asked only water. He walked from there. He walked from there. അവൻ അവിടുന്ന് നടന്നുപോയി. Oh, a lorry. Oh, a lorry. ഒരു ലോറി വരുന്നുണ്ട്.
The baby elephant blocked the lorry. The baby elephant blocked the lorry. ലോറിയുടെ മുമ്പിൽ എലിഫന്റ് വന്ന് നിന്നു. Get me some water, he asked. വീണ്ടും അവൻ ചോദിച്ചു. Get me some water. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? He asked. The driver got down and ran. ഡ്രൈവർ എന്താ ചെയ്തത്? നിങ്ങൾക്ക് ഇതിൽ കാണാല്ലേ, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഓടി. പേടിച്ചിട്ടുണ്ടാവും അല്ലേ? They became afraid. He became afraid. അല്ലേ? നേരത്തെ വീടിന്റെ അകത്തേക്ക് കടന്നപ്പോ the people cried. അതേപോലെ തന്നെ driver got down and ran. ഇറങ്ങി ഓടി. The baby elephant was surprised. Baby elephantന് വീണ്ടും അത്ഭുതമായി. Running. I asked only for water. വീണ്ടും നേരത്തെ ക്രൈയിങ് ചോദിച്ചു അല്ലെ, ഇവിടെ എന്താ ചെയ്തത്? റണ്ണിങ്, ഓടുകയാണോ? I asked only for water. ഞാൻ കുറച്ച് വെള്ളമല്ലേ ചോദിച്ചുള്ളൂ. I asked only for water. ഞാൻ കുറച്ച് വെള്ളമല്ലേ ചോദിച്ചുള്ളൂ അല്ലേ, ഞാൻ വെള്ളം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. അടുത്ത് നോക്കൂ, ലെറ്റ്സ് ഡു. ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട് അല്ലേ. Draw the route map of the baby elephant. Baby elephantന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കണം. എന്താണ് ആദ്യം? യെസ്, baby elephant എന്ത് ചെയ്തു? He went near the house അല്ലേ. ഹൗസിന്റെ മുമ്പിലേക്ക് ഒരു ഹൗസ് കണ്ടപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? He went near the house. ആ ഹൗസിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? He kicked the door അല്ലേ. ഡോറ് കിക്ക് ചെയ്തു, ചവിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? Yeah, he went into the house. അടുത്തത്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്തു? Yes, people cried loudly. അപ്പോൾ എലിഫന്റ് എന്ത് ചെയ്തു? He blocked the lorry. ലോറിനെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ട് മാപ്പ് ഓഫ് ദി ബേബി എലിഫന്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ എല്ലാവരും ഇത് നോക്കി വായിച്ച് പഠിക്കുക കേട്ടോ. പഠിക്കണ്ട, നിങ്ങൾ വായിച്ച് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക. അപ്പോൾ ഈ റീഡിംഗ് കാർഡിന്റെ സെക്കൻഡ് ഭാഗങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാർഡ്സും അതുപോലെ തന്നെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അപ്പോൾ അവർക്കും ഇത് പഠിക്കാമല്ലോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ, എന്തെങ്കിലും കൂടുതലായിട്ട് എഴുതാൻ മീൻസ് കൂടുതൽ വീഡിയോസ് എന്തെങ്കിലും ചെയ്യണോ, അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.